മലപ്പുറത്ത് പരമാവധി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാനുള്ള ഒരു ശ്രമം UDF-ന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. LDF-നെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനമുള്ള ഫലങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ അത് നിലനിർത്താൻ CPM എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ജില്ലയുടെ ഒരു സ്ഥിതി പരിശോധിക്കാം. മലപ്പുറം ജില്ല UDF-ന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ UDF-ന് മുസ്ലിം ലീഗിന് വലിയ വിജയങ്ങളാണ് എല്ലാ കാലങ്ങളിലും മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ആകെ 32 ഡിവിഷനുകളാണ് ഉള്ളത്. അതിൽ UDF-ന് 27 ഡിവിഷൻ UDF-നാണ്, 5 ഡിവിഷൻ മാത്രമാണ് LDF-ന് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ആകെ എണ്ണം 15 മലപ്പുറം ജില്ലയിൽ. അതിൽ തന്നെ UDF-ന് 12 ബ്ലോക്ക് പഞ്ചായത്തുകളും LDF-ന് കേവലം 3 ബ്ലോക്ക് പഞ്ചായത്തുകളും മാത്രമാണ് ഉള്ളത്. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എടുക്കാം. മലപ്പുറത്ത് 94 ഗ്രാമപഞ്ചായത്തുകളാണ് ആകെ ഉള്ളത്. ഇതിൽ UDF-ന് 70 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, LDF-ന് 24 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് കൈവശമുള്ളത്. ഇനി ജില്ലയിലെ നഗരസഭകളുടെ കണക്കുകൾ പരിശോധിക്കാം. നഗരസഭ 12 നഗരസഭകളാണ് ജില്ലയിൽ ഉള്ളത്. അതിൽ UDF-ന് 9 നഗരസഭകളും UDF-നൊപ്പമാണ്, 3 നഗരസഭകൾ മാത്രമാണ് LDF-നൊപ്പം ഉള്ളത്. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ത്രിതല പഞ്ചായത്തിലെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷവും വലിയ വിജയങ്ങളും അവർ നേടിയിരുന്നു. പക്ഷേ ഇത്തവണ അത്ര എളുപ്പമാകുമോ എന്നതാണ് ചോദ്യം. കാരണം ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ സൂചിപ്പിച്ചതുപോലെ ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റു ജില്ലകളെ പോലെയല്ല UDF-ന് അത്രയധികം സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ലീഗിന് അത്രയധികം സ്വാധീനമുള്ള ജില്ലയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ UDF-നകത്ത് തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്, ലീഗും കോൺഗ്രസും ഒക്കെ സംബന്ധിച്ച്. അപ്പം അത് ഏത് തരത്തിലായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ളൊരു സാധ്യത. ഒപ്പം തന്നെ PV അൻവർ LDF-ൽ നിന്ന് മാറിയതിനു ശേഷം, ആ വിവാദങ്ങൾക്കൊക്കെ ശേഷം, ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ ഫാക്ടറൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക? തീർച്ചയായിട്ടും ധന്യ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സേഫ് ജില്ലയാണ്. എല്ലാ കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിന്ന അല്ലെങ്കിൽ UDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും UDF-ന് എല്ലാ കാലത്തും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ പ്രാദേശിക തലത്തിലുണ്ടാകുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത്തവണ അത് വലിയ തരത്തിൽ എവിടെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റൊക്കെ വരാനിരിക്കുന്നു. ആ സമയങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കി കാണേണ്ടത്. പക്ഷേ ഏത് തരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങൾ വന്നാൽ പോലും അതിൽ നേതൃത്വം ഇടപെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള അട്ടിമറികൾ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ വന്നാൽ പോലും മുസ്ലിം ലീഗിനെയോ UDF-നെയോ മൊത്തത്തിൽ അത് ഒരിക്കലും ജില്ലയിൽ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം PV അൻവറിന്റെ കാര്യമാണ്. PV അൻവർ ഇടതുപക്ഷത്തു നിന്ന് മാറി ഇതിനു ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. അത് എങ്ങനെ മുന്നണികളെ ബാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ UDF-നൊപ്പം അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി PV അൻവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മേഖലകളിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ അത് UDF-ന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ആകെ 3 നഗരസഭകൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ LDF-നൊപ്പം ഉള്ളത്. അത് ഒന്ന് പൊന്നാനിയും പെരിന്തൽമണ്ണയും നിലമ്പൂരുമാണ്. അപ്പോൾ നിലമ്പൂരിൽ മറ്റു പഞ്ചായത്തുകൾ, അതായത് പോത്തുകൽ ഉൾപ്പെടെയുള്ള, വഴിക്കടവ് ഉൾപ്പെടെയുള്ള, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ PV അൻവറിന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. നേരത്തെ ചുങ്കത്തറയിൽ LDF-ആയി ഇവരുന്ന് ഭരിച്ചിരുന്നത്. പിന്നീട് PV അൻവറിന്റെ സ്വാധീനത്താൽ അവിടെ ഭരണം മാറുകയും UDF വരികയൊക്കെ ചെയ്തൊരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ PV അൻവറിന്റെ നിലപാടുകൾ അത് UDF-ന് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ UDF-നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാധീന മേഖലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് തങ്ങൾക്ക് പരമാവധി അത് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നമുക്കറിയാം. പൊന്നാനി നഗരസഭയിലൊക്കെ വലിയ ഭൂരിപക്ഷമാണ് LDF-നുള്ളത്. ആ ഇടങ്ങളിലൊക്കെ തന്നെ അവരുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നണികളുടെ ശ്രമം